ഈ പള്ളിയിൽ വലിയൊരു ക്ലോക്കുണ്ട്. അതിൽ 12 മണി അടിക്കുമ്പോഴേക്ക് ഞാനും എൻ്റെ അച്ഛനും അമ്മയും സഹോദരന്മാരും എല്ലാവരും ഇന്ത്യക്കാരായി. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പോകുമ്പോൾ പിന്നെ ഒരു അധ്യാപകരൊക്കെ നമ്മൾ വിഷ് ചെയ്യുന്ന ഫ്രഞ്ചിലായിരിക്കും, ബോൺജൂർ എന്നൊക്കെ. അന്ന് മാഹിയിൽ ജനസംഖ്യ വളരെ കുറവായിരുന്നു. ഇപ്പോൾ 40,000. എനിക്കൊന്ന് ഫ്രഞ്ചുകാർ പോകുന്ന സമയത്ത് 56 അത്രയൊന്നും ഇല്ല, വളരെ കുറച്ച്. അന്ന് 400 പേര് വലിയൊരു, അതിൻ്റെ ആനുപാതികമായിട്ട് വലുതാണ് 400 പേര് എന്ന് പറയും. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഈ മാഹി എന്നുള്ളത് പിന്നെ അത് ഫ്രാൻസിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഫ്രഞ്ച് പൗരന്മാരാണ്, ഞാനടക്കം. എൻ്റെ അച്ഛൻ, എൻ്റെ കുടുംബം, ഞങ്ങളെല്ലാം ഫ്രഞ്ചുകാരായിരുന്നു കേട്ടോ. ഫ്രഞ്ച് പൗരന്മാരാണ്, ഫ്രഞ്ചുകാരെന്ന് പറയാൻ പറ്റില്ല, ഫ്രഞ്ച് പൗരന്മാരായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് മാഹി പിന്നെ അവർ മാഹിയിൽ നിന്ന് പോകാൻ തീരുമാനിച്ചപ്പോൾ ഈ ഫ്രഞ്ച് സർക്കാർ മാഹിക്കാർക്ക് ഒരു ചോയ്സ് കൊടുത്തു. നിങ്ങളുടെ ഇപ്പോഴത്തെ ഫ്രഞ്ച് പൗരത്വം തുടരുന്നോ അല്ലയോ, യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ, വേറെ ഒന്നും പറഞ്ഞില്ല. യെസ് എന്ന് പറഞ്ഞാൽ തുടരും, നോ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഭൂരിഭാഗം ആളുകളും യെസ് എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദേശീയ പ്രസ്ഥാനം ഒക്കെ കഴിഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഗാന്ധിജി പിന്നെ മരിച്ചു, അങ്ങനെ ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അലകൾ ഉള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ കോൺഗ്രസ് അനുഭാവിയായിരുന്നു. അപ്പോൾ നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ഈ ഫ്രഞ്ച് പൗരത്വം തുടരുക എന്നുള്ളത്. അപ്പോൾ ഭൂരിഭാഗം ആളുകളും പിന്നെ അങ്ങനെ ഈ ചോയ്സ് ഉപയോഗിച്ചില്ല. അപ്പോൾ അതിനവർ ഒരു സമയം നൽകിയിരുന്നു. ആ ദിവസം എനിക്ക് ഓർമ്മയില്ല, അത് മിഡ് നൈറ്റ്, അർദ്ധരാത്രിയാണ്, 12 മണി. അതിനുള്ളിൽ നമ്മൾ തീരുമാനം രേഖപ്പെടുത്തണം. അപ്പം അങ്ങനെ ഭൂരിഭാഗം ആളുകളും പിന്നെ പൗരത്വം വേണ്ടെന്ന് വെച്ചു. അങ്ങനെയാണ് ഈ 12 മണി ഈ പള്ളിയിൽ വലിയൊരു ക്ലോക്കുണ്ട്. പണ്ടെങ്ങാനും ഫ്രഞ്ചുകാർ കൊണ്ടുവന്ന 100-200 വർഷം പഴക്കമുള്ള വലിയൊരു ക്ലോക്കുണ്ട്. അതിൽ 12 മണി അടിക്കുമ്പോഴേക്ക് ഞാനും എൻ്റെ അച്ഛനും അമ്മയും സഹോദരന്മാരും എല്ലാവരും ഇന്ത്യക്കാരായി കേട്ടോ. അങ്ങനെ ഇന്ത്യക്കാരാകാത്ത ഈ 400ഓളം ആളുകൾ പിന്നീട് അവരുടെ നല്ല കാലം വരാൻ പോകുന്നു കേട്ടോ. അത് മറ്റൊരു കഥയാണ് കേട്ടോ. അവർ ഫ്രഞ്ച് പൗരൻ എന്ന് പറഞ്ഞാൽ അവർ യഥാർത്ഥ ഫ്രഞ്ചുകാരാണ്. അവർ ഫ്രഞ്ച് പൗരൻ. അതായത് ഒരു ഫ്രാൻസിൽ ഒരാൾക്ക്, ഒരു വെള്ളക്കാരന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്കുണ്ട്, അവകാശങ്ങളുണ്ട് കേട്ടോ. പിന്നെ അവരുടെ നാട് ഫ്രാൻസാണ്. അപ്പോൾ അവർക്ക് മയ്യഴിയിൽ നിൽക്കണമെങ്കിൽ പാസ്പോർട്ട് വേണം, ഫ്രഞ്ച് പാസ്പോർട്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്. ജനിച്ച് വളർന്നൊരു സ്ഥലത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടുമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. അവരുടെ അതൊരു വലിയൊരു കഥയാണ്. അവരെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഒരു നോവലിന് സ്കോപ്പുണ്ട്. അത് ഈ പറഞ്ഞ ഈ 400 പേര് എന്താ, ഇവരിൽ പലരും പിന്നെ ഈ വിദ്യാഭ്യാസമുള്ളവരുണ്ടല്ലോ, അവർ അങ്ങോട്ടേക്ക് പോയി, ഫ്രാൻസിലേക്ക് പോയി. എന്നിട്ട് അവിടെ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ജോലിയൊക്കെ, പോസ്റ്റ് ഓഫീസിൽ ക്ലർക്കാകുക, അങ്ങനെയൊക്കെ ഉണ്ട്. പോലീസുകാർ, ഞാൻ പാരീസിൽ പോയപ്പോൾ അവിടെ ഒരു പോലീസുകാരനെ കേട്ടോ, നമ്മുടെ നാട്ടുകാർ കേട്ടോ, തൊപ്പിയൊക്കെ ഫ്രഞ്ച് തൊപ്പിയൊക്കെ വെച്ചിട്ട് പോലീസുകാർ. അപ്പോൾ അങ്ങനെ പല ജോലി അവർ ചേർന്നു. വിദ്യാഭ്യാസമുള്ളവർക്ക്, വിദ്യാഭ്യാസം ഇല്ലാത്തവർ, വിദ്യാഭ്യാസം കുറഞ്ഞവരെ പട്ടാളത്തിൽ ചേർത്തവർ കേട്ടോ. അങ്ങനെ ഇവരെല്ലാം പല ഭാഗത്തേക്ക് ചിതറിപ്പോയി. പിന്നെ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് മാഹിയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവർ. പിന്നെ അവരും ക്രമേണ പോകാൻ തുടങ്ങി. എന്തെങ്കിലും അവരുടെ നാട് അതാണല്ലോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് പെൻഷൻ കിട്ടും. അത് വലിയ പൈസയാണ് അവിടെ. പിന്നെ അവരുടെ അക്കാലത്തെല്ലാം അന്ന് യൂറോ അല്ല, അന്ന് ഫ്രഞ്ച് ഫ്രാങ്കാണ്. ഒരു ഫ്രഞ്ച് ഫ്രാങ്കിന് 6 ഉറുപ്പ്യാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന പിന്നെ അത് ഉറുപ്പ്യയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പൈസയാണ്. അങ്ങനെ അവർ ഇപ്പം ഈ പൗരത്വം സ്വീകരിച്ചവർ ഒക്കെ നന്നായി സമ്പന്നരായി. അത് വേറെ തന്നെ ഒരു കഥയാണ്. അവരെക്കുറിച്ച് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഒരു നോവൽ എഴുതേണ്ടതാണ്. പക്ഷേ എനിക്കിനി അതിനുള്ള എനർജി ഇല്ല. കാരണം ഇവർ 400 പേര് പല ഭാഗത്തേക്ക് ചിതറിപ്പോയി, ഈ ഫ്രഞ്ച് കോളനികളിലേക്ക്. അൾജീരിയ, അൽബേർ കാമ്യൂൻ്റെ നാടല്ല അൾജീരിയ, മൊറോക്കോ, സെനഗാൽ, ഇങ്ങനെയുള്ള പല സ്ഥലത്ത്, റെയൂനിയൻ ഐലൻഡ്, പിന്നെ വേറെ ഒരു ഐലൻഡ്, പിന്നെ അവിടെയൊക്കെ ഇവരിങ്ങനെ ചിതറിപ്പോയിട്ട് അവരൊക്കെ ഇങ്ങനെയുള്ള ജീവിച്ച് കുറേ പേരൊക്കെ മരിച്ചുപോയി. ഒരുപാട് ഇതുണ്ടാവും, അവർക്ക് സ്ട്രഗിളുണ്ട് ഒരുപാട്. പിന്നെ അവരുടെ ജീവിതം അത് വാസ്തവത്തിൽ അത് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടതാണ്. അത് വന്നിട്ടില്ല.
ഞാൻ ചെയ്തിരിക്കുന്നത് മയ്യഴി പുതിരങ്ങളിൽ മയ്യഴിയിലെ കഥയാണല്ലോ, അവിടുത്തെ ജനങ്ങൾ, അവരുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, സ്വാതന്ത്ര്യ സമരം. പക്ഷേ ഇങ്ങനെ ഇത്രയും ഫ്രഞ്ച് പൗരത്വം എടുത്തിട്ട് ഇങ്ങനെ ചിതറിപ്പോയ ആളുകൾ, അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്, എവിടേക്കോ അവർ പിന്നെ ഒരാൾ പെൻഷൻ പറ്റിയിട്ട് ഒരാൾ മായിൽ വന്നിരുന്നു ഫ്രഞ്ച് ആർമിയിൽ. ഇതിപ്പോൾ പറഞ്ഞ പോലെയുള്ള 400 പേരിൽ ഒരാൾ, അയാൾ കുറേ കഴിഞ്ഞ് പെൻഷൻ പറ്റി വന്നു മായിൽ. അപ്പോൾ അയാൾ വന്നിട്ട് അയാളവിടെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ട് കീർത്തിമുദ്രകളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് അത്ഭുതകരമാണ്. അതായത് ഈ നമ്മുടെ മാഹിയിൽ നിന്ന് ഒരാൾ, ഒരു ഫ്രഞ്ച് മയ്യഴിക്കാരൻ, ഫ്രഞ്ച് പറഞ്ഞ ഒരു മയ്യഴിക്കാരൻ ഫ്രഞ്ച് ആർമിയിൽ ചേർന്ന് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യാന്ന് പറയുമ്പോൾ, ഈ ഫ്രഞ്ചുകാർ പോകാത്ത സ്ഥലങ്ങളുണ്ട്, ഫ്രഞ്ച് പട്ടാളക്കാർ പോകാൻ ഇഷ്ടപ്പെടാത്ത അപകടകരമായ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ ജിബൂട്ടി എന്നൊക്കെ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ആഫ്രിക്കയിൽ. അവിടേക്ക് അക്കാലത്തെല്ലാം അവിടുത്തെ ഒരു ഇതുണ്ടല്ലോ, പിന്നെ സ്ഥിരമായിട്ടുള്ള ആൾക്കാർ, വളരെ പ്രിമീറ്റീവായിട്ട് നമ്മൾ ആദിവാസി എന്നൊക്കെ പറഞ്ഞ പോലത്തെ അവരൊക്കെ ഭയങ്കര, അവർ അമ്പും വില്ലൊക്കെ ഉപയോഗിക്കുന്ന ആൾ, അതിൽ വിഷമൊക്കെ ആയിട്ടാണ്. അപ്പം ഇവരെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഫ്രഞ്ചുകാർ അവിടെ പട്ടാളക്കാരെ പറഞ്ഞേക്കും. അതിലേറെയും ഈ കോളനിയിൽ നിന്ന് വരുന്നവരാണ് മാഹിത്. അപ്പം ഇവർ പാവങ്ങളോട് പോയിട്ട് ഒരാൾ എന്നോട് പറഞ്ഞത്, ജിബൂട്ടി എത്തുന്ന സ്ഥലത്ത് പോയിട്ട് കൊടും ചൂടാണ് തരാം അവിടെ. അയാൾ പറഞ്ഞ്, ഒരു പട്ടാളക്കാരൻ, റിട്ടയർഡ് വന്നിട്ടുള്ള പട്ടാളക്കാരാണ്, മാഹിക്കാരൻ. അയാൾ പറഞ്ഞ്, നിങ്ങൾ ചൂടെന്ന് പറഞ്ഞാൽ എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല. നിങ്ങൾ ബിയർ കുടിച്ചിട്ട് കുപ്പി താഴെ ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോൾ കുപ്പി വളഞ്ഞിട്ടുണ്ടാവും, അത്രയും ചൂടാണ് കേട്ടോ. ഈ ചൂടാണ് ഈ പാവങ്ങളവിടെ ഈ പിന്നെ യുദ്ധം ചെയ്യുന്നത്, കലാപകാരികളെ അടിച്ചമർത്താൻ. അപ്പം അങ്ങനെ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. മയ്യഴി കഥ അവസാനിച്ചിട്ടൊന്നുമില്ല. ഫ്രഞ്ച് കൾച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴത്തെ മാഹിയിൽ അത് ഇപ്പോഴും അവിടെ എല്ലാം പോയി കേട്ടോ. പക്ഷെ ആ കാലത്തുണ്ടായിരുന്നു. ആ കാലത്ത് നമ്മൾ റോഡിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ പെന്നെല്ലാം കാണുമ്പോൾ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പോകുമ്പോൾ പിന്നെ ഒരു അധ്യാപകരൊക്കെ നമ്മൾ വിഷ് ചെയ്യുന്ന ഫ്രഞ്ചിലായിരിക്കും, ബോൺജൂർ എന്നൊക്കെ. ബോൺജൂർ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്. അങ്ങനെ പിന്നെ ഇപ്പോഴും ഉണ്ട് അവിടെ. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മാഹിയിൽ ഒരു മത്സ്യ തൊഴിലാളിയുണ്ട്. അയാൾ നന്നായിട്ട് ഫ്രഞ്ച് പറയും ഇപ്പോഴും. അയാൾ ഒരിക്കൽ അവിടെ ഒരു ചാനൽ വന്നിരുന്നു, ഇങ്ങനെ മാഹിയെ പറ്റി ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ. എന്നെപ്പറ്റി എന്തെങ്കിലും കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞു, ഒരു മത്സ്യത്തൊഴിലാളി ഫ്രഞ്ച് പറയുന്ന ആളുടെ. അപ്പോൾ അയാളെ കണ്ടുപിടിച്ചു കേട്ടോ. അയാൾ കടപ്പുറത്ത് പിന്നെ അവിടെ ഒരു തോണിയുണ്ട്, അത് ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മുടെ ചെമ്മീനിലെ പരീക്കുട്ടി കിടക്കുന്ന പോലെ. ആ തോണിയിൽ ചാരി ഇങ്ങനെ ആകാശം നോക്കി കിടക്കുകയാണ്. അപ്പോൾ ഈ ചാനലുകാരോട് സംസാരിച്ചു, അപ്പം ഫ്രഞ്ച് അറിയാമെന്ന് വെച്ചു. ഇയാൾ ഫ്രഞ്ചിലും കൂടെ സംസാരിക്കാൻ കേട്ടോ. ഇയാൾ അൽബേർ കാമിൻ്റെ കാര്യമൊക്കെ പറയുന്നത്, ഈ മത്സ്യത്തൊഴിലാളി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയുള്ള ആളുകൾ. ഇപ്പം ചില പ്രായമുള്ള മയ്യഴിക്കാരുണ്ട്, അവർ ഫ്രഞ്ച് സംസാരിക്കും. അപ്പം ഇപ്പോഴും പിന്നെ ഇവരൊക്കെ രാവിലെ മീൻ മേടിക്കാൻ പോകും. ഈ ഫ്രഞ്ച് പൗരന്മാരാണ് അവർ. എന്നെപ്പോലെ നമ്മളെപ്പോലെ ആളുകൾ, പക്ഷേ ഇവർ ഫ്രഞ്ച് പൗരന്മാരാണ്. ഫ്രഞ്ച് പെൻഷനൊക്കെ വാങ്ങും. അപ്പോൾ ഇവരൊക്കെ അവിടെ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഫ്രഞ്ചിൽ സംസാരിക്കും, ഈ മീൻ മേടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു കൾച്ചർ ഇങ്ങനെ തുടരുന്നുണ്ട്. 400 പേരെ ഉണ്ടായിരുന്നവരന്ന് മാഹിയിലെ പൗരന്മാർ, ഫ്രഞ്ച് പൗരത്വം സ്വീകരിച്ച പിന്നെ മയ്യഴിക്കാർ. ഒരു പ്രത്യേക ഒരു ക്ലാസ്സായിട്ട് പിന്നെ അവരുടെ ജീവിതം തുടരുന്നുണ്ട്. ഈ ഫ്രഞ്ചുകാരുടെ ഒരു അധിനിവേശത്തിൻ്റെയും അതില് ഒരുപക്ഷെ ബ്രിട്ടീഷ് ഇൻവേഷനെ പോലെ അല്ല ഫ്രഞ്ച് ഇൻവേഷനെ താങ്കളിൽ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയും വേറെയാണ്. മാത്രമല്ല ജനങ്ങളിൽ പലരും, ഈവൻ നമ്മുടെ അമ്മൂമ്മയൊക്കെ മരിക്കുന്ന സമയത്ത് അവസാനം ചോദിക്കുന്ന കപ്പൽ വന്നു, ഈ കപ്പൽ വരിക, ഇവര് തിരിച്ചു വരിക നാട്ടുകാരുടെ കൂടെ ആവശ്യമായിട്ടുള്ള ഒരു ഇൻവേഷനാണ്. എങ്ങനെയാണ് ശരിക്കും ഒരു ഇൻവേഷന്റെ തന്നെ ഒരു ഹ്യൂമൻ ഫേസ് ആണ്, ഒരു മനുഷ്യന്റെ അല്ല. അവിടെയാണ് എന്താണെന്ന് വെച്ചാൽ പിന്നെ ബ്രിട്ടീഷുകാരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒന്നാമതായിട്ട് ചെറിയൊരു പ്രദേശമല്ലത്. ഇപ്പം ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള ഒരുപാട് ക്രൂരതകൾ കിട്ടല്ലോ. നമ്മളിപ്പം ജാലിയൻവാല ബാഗിലൊക്കെ പോയി ആ കിണറൊക്കെ കാണുമ്പോൾ അവർ ചെയ്തിൽ എത്ര മനുഷ്യർ കൊന്നിരിക്കുന്നു. പക്ഷെ ഇവരെങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് വാസ്തവത്തിൽ ആവശ്യം കാലി വെക്കാൻ ഒരു സ്ഥലമായിരുന്നു. അന്ന് ഇവർ നിരന്തര യുദ്ധത്തിലായിരുന്നു, ഈ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ബ്രിട്ടീഷുകാരും. അപ്പോൾ അക്കാലത്ത് യുദ്ധങ്ങൾ നടന്ന ഏറെയും കടലിലാണ്. കപ്പലുകൾ
അപ്പോൾ അവർക്കങ്ങനെ ഈ കപ്പലുകളിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാകുമ്പോൾ ഇംഗ്ലീഷുകാരായിട്ട്, അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും നമ്മളിങ്ങനെ ഒരു ഫുട് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് നിൽക്കാനൊരു സ്ഥലം, അതാണ് അവർ. മയ്യഴി വളരെ എന്താ പറയുക സ്ട്രാറ്റജിക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് ശരിക്കും ഒരു ഉയരത്തിലൊരു കുന്നിൻ്റെ മുകളിലാണ്, അതിൻ്റെ ഒരു വശത്താണ് മയ്യഴി ഉള്ളത്. അപ്പോൾ അത് കടലിനെ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അവർക്ക് ആ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് സഹായിക്കും. അങ്ങനെയാണ് അവർ ആ സ്ഥലം പിന്നെ കൈവശപ്പെടുത്തുന്നത്. അത് വാങ്ങിയതാണെന്നാണ് കഥ. അത് എനിക്കറിയില്ല വാസ്തവമാണോന്ന്. 16,000 ഉറുപ്പ്യ കൊടുത്തിട്ട് വാങ്ങിയതാണ് മയ്യസ് കേട്ടോ, ഈ വടകര വാഴുന്നവരെന്ന് പറഞ്ഞ അവരുടെ കയ്യിൽ നിന്ന്. പക്ഷെ അന്ന് 16,000 ഉറുപ്പ്യ വലിയൊരു ഭയങ്കര തുകയായിരുന്നു, നമുക്കൊന്നും ഭാവനയിൽ കാണാൻ കഴിയാത്ത. പിന്നെ അവരവിടെ വന്ന ശേഷം അവർ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമായിരുന്നു അവർക്ക്. പിന്നെ അവിടെ പിന്നെ ചില ഫ്രഞ്ചുകാരൊക്കെ ഉണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എൻ്റെ ചെറിയൊരു ഓർമ്മയിൽ എൻ്റെ മൂത്തൊരു ചേച്ചിയുണ്ട്, ദേവകി എന്നവരുടെ പേര്. അവർ പഠിക്കുമ്പോൾ അവരെ ക്ലാസ്സിൽ ഒരു ഫ്രഞ്ചുകാരി പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും പിന്നെ ഇങ്ങനെ സ്നേഹിതന്മാരായിരുന്നു. അപ്പോൾ ഈ ഫ്രഞ്ചുകാരി വീട്ടിൽ വരും, എൻ്റെ വീട്ടിൽ വരും. അപ്പോൾ ഏച്ചിയായിട്ട് ഞങ്ങൾ ഏച്ചിയുടെ പറയാം, ചേച്ചിയല്ല ബാക്കി ഏച്ചിയാണ്. അപ്പോൾ ഏച്ചിയായിട്ട് ഇവരിങ്ങനെ ഫ്രഞ്ചിൽ സംസാരിക്കും. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നു. അപ്പോൾ ക്രിസ്മസ് എല്ലാം വരുമ്പം ആ ഫ്രഞ്ചുകാരി കേക്കെല്ലായിട്ട് വീട്ടിൽ വരും. ഇത് ഇങ്ങനൊരു സൗഹൃദമാണത്. പിന്നെ കുറുമ്പിയമ്മയുടെ ഒരു വേറെ തരത്തിലുള്ള, അത് അധിനിവേശകരോടുള്ള, അവർക്ക് അധിനിവേശം എന്നുള്ള വാക്കോ അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഈ വെളുത്ത ആളുകളോട് നമുക്കെപ്പോഴും ഒരു ആരാധനയാണ്. വെളുപ്പാണ് സൗന്ദര്യം എന്നുള്ളത്. എന്നോട് തന്നെ എൻ്റെ അമ്മ പറയാറുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഇടാൻ നല്ലവണ്ണം പഠിച്ച് നല്ല ഉദ്യോഗമൊക്കെ ആക്കിയാൽ നിനക്ക് നല്ലൊരു വെളുത്ത പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു തരും. അപ്പോൾ കണ്ട വെളുപ്പാണ് പ്രധാനം കേട്ടോ. അപ്പോൾ വെളുപ്പ് എന്നുള്ളത് ഒരു ആരാധനയാണ്. അപ്പം ഫ്രഞ്ചുകാർ അങ്ങനെ കത്തി നിൽക്കുന്ന വെളുപ്പല്ല അവർക്ക്. പിന്നെ അവരുടെ ജീവിത രീതി, അവർ ആദ്യമായിട്ട് മയ്യഴിയിലൊരു കാറ് വരുന്നത് ഈ അവിടുത്തെ മൂപ്പൻ സാഹിബിൻ്റെ കാറ്. അപ്പം അങ്ങനെയുള്ള അവരുടെ വെളുത്ത നിറം, അവരുടെ ജീവിത രീതി, പിന്നെ അവരുടെ മദാമ്മമാർ. അപ്പോൾ ആ ഒരു ലോകം ാണ് ഈ കുറുമ്പിയമ്മ ആരാധിച്ചിരുന്നത്. അല്ല അതിൽ അധിനിവേശം, അല്ല അധിനിവേശകർ അങ്ങനെയുള്ള അർത്ഥമൊന്നുമില്ല. പക്ഷെ ഇത് കുറേയൊക്കെ യൂണിവേഴ്സലാണ്. എന്നോട് ഒരാൾ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു അനുഭവമാണ്. ഇത് ഈ നോവൽ ഫ്രഞ്ചിൽ വന്നു, ഫ്രഞ്ച് ഭാഷയിൽ വന്നപ്പോൾ അത് ഈ പഴയ ഫ്രഞ്ച് സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ അൾജീരിയ, മൊറോക്കോ, സെനഗാൽ, പിന്നെ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ അതിൽ മോറീഷ്യസിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരു റെയൂണിയൻ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ദ്വീപ് സമുച്ചയം. അത് ഫ്രഞ്ചുകാർ ഭരിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ ഒരു സർവകലാശാല പ്രൊഫസർ മാഹിയിൽ വന്നിട്ട് എന്നെ കണ്ടപ്പം, മാഹിയില്ല ഡൽഹിയിൽ വന്നിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ നിങ്ങളുടെ കുറുമ്പിയമ്മ ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, അതൊരു യൂണിവേഴ്സലായിട്ടുള്ളതാണ്. എവിടേക്ക് ഇവർ ചെന്ന് ഭരിച്ചിരുന്നു അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ ഇവരുടെ ഈ പ്രതാപം, ഇവിടെ നിറം, ഒരു സമ്പത്ത് ഇതൊക്കെ കണ്ടിട്ട് അവരെ ദൈവികമായിട്ട് കാണുകയും ഈ കുറുമ്പിയമ്മയെ പോലെ തന്നെയുള്ള ആളുകൾ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം അവരായിട്ടുള്ള നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മയ്യഴിയിലെ ഉത്സവങ്ങൾ, അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ഈ തെയ്യത്തിൻ്റെ ഉത്സവമാണ്. തെയ്യത്തിൻ്റെ ഉത്സവത്തിന് ഇവർ മുമ്പിലിരിപ്പുണ്ടാവും, ഈ സായിപ്പുമാരും പിന്നെ അവരുടെ മദാമ്മമാരും കുട്ടികളും. പിന്നെ അവർക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേക ഒരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അവരുടെ പോലീസുകാരും ഇവർക്കുണ്ടാവും. അപ്പം അങ്ങനെ ഒരു നാട്ടുകാരുമായിട്ട് അവർക്കൊരു ബന്ധം, സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലർക്കും ഇപ്പം കുറുമ്പിയമ്മയെ പോലുള്ളവർക്ക് ഇവരോട് എന്തിനാണ് പോകാൻ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ നല്ല മനുഷ്യരോട് പോകാൻ പറയാണ് നാട് വിട്ടിട്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പറയുന്ന ഈ കോളനിവൽക്കരത്തിൻ്റെ വേറൊരു തലമാണ്. ഇതിൽ കുറേ കൂടി ഇതിൽ രാഷ്ട്രീയമില്ല കേട്ടോ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമൊന്നുമില്ല. അത് മാനുഷികമായിട്ടുള്ള ഒന്നാണ്. ഇവർ വന്നു, ഇവിടെ നിന്ന് വന്നു അവിടെ താമസിക്കുന്നു, കുറേ കാലം 100 വർഷം അവിടെ താമസിക്കുന്നു. അപ്പോൾ ജനങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. അതൊരു രസകരമായൊരു സംഗതിയാണ്. അതാണ് ഞാനിതിൽ ആവിഷ്കരിക്കാൻ നോക്കിയത് നോവലിൽ പ്രധാനമായിട്ടും.